ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അങ്ങനെ 29 നോമ്പും കഴിഞ്ഞ് നമ്മുടെ ചെറുതുരുത്തി ടൗണിൽ പോയപ്പോൾ അവസ്ഥയാണ് കേട്ടോ. നാളെ പെരുന്നാളെന്ന് അറിഞ്ഞപ്പം മുതലേ നമ്മുടെ ടൗൺ നല്ല സജ്ജമായി എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു. പിന്നെ എൻ്റെ ഡ്രസ്സൊന്ന് ചേഞ്ച് ആക്കാണ്ടായിരുന്നു, ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നു, അതൊന്നും ശരിയാക്കാണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അരമണിക്കൂറായി വന്നിട്ടോ. ഈ ട്രാഫിക്കിൽ വിട്ടിട്ട് മെല്ലെ മെല്ലെ നിരങ്ങിയിട്ടാണ് കേട്ടോ പോണത്. ബൈക്ക് നിർത്തി പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അതും ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടോ. ഞാനൊക്കെ ലുബമോളും എല്ലാം ഉണ്ട് കേട്ടോ. അവർക്ക് കുറച്ച് ഫാൻസിയും കൂടി വാങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അതിനും കൂടിയിട്ടാണ് പോണത്. അങ്ങനെ തട്ടിമുട്ടി അവസാനം നമ്മുടെ ഫയാസ് വെഡിങ് മാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൂടുതലായും ഇവിടെ തന്നെയാണ് നമ്മൾ ഫാൻസി ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും എടുക്കാറ്. അങ്ങനെ ഇവിടെ വന്ന് നോക്കുമ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞിരിക്കണു കേട്ടോ. പക്ഷെ അകത്ത് കയറിയപ്പോൾ ഇതിലും വലിയ സങ്കടം ഉണ്ടായത് കേട്ടോ. സെലക്ഷൻ എല്ലാം പോയിട്ടുണ്ടായിരുന്നു, കാരണം പെരുന്നാളിൻ്റെ തലേ ദിവസമായില്ലേ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ നോക്കി വെച്ച കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സങ്കടമായിട്ടാണ്, കാരണം എടുത്തതിനും ഡാമേജ് വരും, പിന്നെ പുതുത് നമ്മുടെ ഇഷ്ടത്തിനൊന്നും കിട്ടും ചെയ്തില്ല. ആ ഒരു ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മേലേക്ക് പോവാണ് കേട്ടോ. അയ്യോ, ഇന്നലെ വരെ ഇതിൻ്റെ ഉള്ളിൽ കാല് കുത്താനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ, അമ്മാതിരി തിരക്കായിരുന്നു. പക്ഷേ ഇന്ന് ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഫിനിഷ് ആയിട്ടുണ്ട് ഡ്രസ്സ് മേടിക്കലൊക്കെ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കെല്ലാം കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ സെലക്ഷനും നല്ല നല്ല സെലക്ഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു സ്റ്റിമ്മറിയിൽ വരുന്ന ഒരു ഗൗണാണ് കേട്ടോ മേടിച്ചത്. അതാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിന്റ്. ജീൻസിനും വരുന്നതൊക്കെയാണ്. ഇതിൻ്റെ ഒക്കെ ഒരു കളർ ചേഞ്ച് ഇതാണ് എടുത്തത്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് വേഗം എടുത്തു കേട്ടോ. അത് ചേഞ്ച് ആക്കി എടുക്കുക വേണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് നമ്മൾ വേഗം ഡ്രസ്സെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ബിൽ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് എത്തിയിട്ടോ. ഇനി ഇത് കഴിഞ്ഞ് മക്കൾക്ക് ഫാൻസി മേടിക്കണം. പിന്നെ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാണ്ട് കേട്ടോ. അതാണ് ഇനി അടുത്ത് നമ്മുടെ ഇത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബില്ലൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലെത്തി. നമുക്ക് ബിരിയാണി റൈസ് ബാക്കി അതിലേക്കുള്ള സ്പൈസസൊക്കെ മേടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങൾ കേട്ടോ മേടിച്ചിട്ടുള്ളൂ, കാരണം ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ എനിക്ക് അവിടേക്ക് പോകണം. എന്നാലും നമ്മുടെ നെയ്ബേഴ്സിനൊക്കെ നമുക്ക് ഫുഡൊക്കെ അവർ ഓണത്തിനും വിഷുവിനൊക്കെ തരണതുകൊണ്ട് തന്നെ നമുക്ക് പെരുന്നാളാകുമ്പോൾ അവർക്ക് 4 പുറമുള്ളവരല്ലേ, നമ്മൾ മാത്രമാണ് നമ്മൾ താമസിക്കുന്ന ആ ഭാഗത്ത് നമ്മൾ മുസ്ലിംസ് ആയിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ചേച്ചിമാരാണ്, അവർക്കൊക്കെ കുറച്ച് ഫുഡ് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം നമ്മുടെ നെയ്ബേഴ്സാണ്, എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്കൊപ്പം വരുന്ന വിളിക്കുമ്പോൾ ഒരു അത്യാവശ്യത്തിന് എത്തുന്ന ആൾക്കാരാണ്. അങ്ങനെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. പിന്നെ അത്യാവശ്യം ഈ ഒരു ന്യൂഡിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ, ഞാൻ പറയാം, എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ നല്ല 150 റുപ്പീസ് ഉണ്ട്. പക്ഷെ ആരും മേടിക്കരുത് കേട്ടോ, കാരണം മക്കൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമായില്ലെന്ന് മാത്രമല്ല, ഭയങ്കര സ്പൈസിയാണ്. പിന്നെ അത് മാത്രമല്ല, നൂഡിൽസ് ഭയങ്കര ചേഞ്ച് ഇഷ്ടമാവുന്നവരുണ്ടാവും, പക്ഷെ ഞങ്ങൾക്ക് തീരെ പറ്റിയില്ല കേട്ടോ. പിന്നെ ഫാൻസി എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നു. ഹൈപ്പർ മാർക്കറ്റിൽ നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആക്കി ബില്ലാക്കി നമ്മൾ തിരിച്ച് പിന്നെ നമ്മൾ ഫാൻസി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. ഞാൻ കുറേ ദിവസമായി ഞാൻ ഈ ഒരു വീഡിയോ 2-3 ദിവസമായി ഇപ്പോൾ ഒന്ന് 2ാം പെരുന്നാൾക്കാണ് കേട്ടോ ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. കാരണം ദിവസം തിരക്ക് കാരണമാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മളെ ഹാൻഡ് കോണും നെയിൽ കോണും എല്ലാം ഇട്ടു കേട്ടോ. പക്ഷേ എൻ്റെ കഴിഞ്ഞുണ്ടായിരുന്നു ലുബമോളാണ് എടുക്കണത്. ലുബമോളാണ് എടുക്കുന്നത്. ലുബമോൾക്ക് ഞാൻ മുന്നേ ഇട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊക്കെ ഇടാനായപ്പോഴേക്കും ആ മെഹന്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ എടുക്കാൻ നമുക്ക് എത്ര ഫാൻസി ഉണ്ടെങ്കിലും ഈ പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു പൊലിവാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ അവിടെ പോകുമ്പോൾ പിന്നെ ഇതുപോലെയൊക്കെ ഒന്ന് നമ്മൾ ഒക്കത്തുനിന്ന് ഓരോന്നൊന്ന് എടുത്ത് വെക്കും. നമുക്ക് അത് നമ്മളൊരു സന്തോഷമാണ്, നമുക്ക് അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ ഫാൻസിയൊക്കെ എടുത്തതിന് ശേഷം ബില്ലാക്കുകയാണ് കേട്ടോ. അങ്ങനെ ബില്ലാക്കിയിട്ട് ഇനി അടുത്ത വീട്ടിൽ ഉള്ള വിശേഷങ്ങളൊക്കെയാണ്. പിന്നെ നല്ല മണമല്ല, നല്ലൊരു സ്മെല്ലുള്ള ഒരു അത്ര കൂടി മേടിച്ചു കേട്ടോ. ഒരു ഫ്രഷ്നെസ് രാവിലെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോഴും നമുക്ക് ഡ്രസ്സ് മാറിയിടുമ്പോഴൊക്കെ ഒന്ന് ആയിക്കോട്ടെ വിചാരിച്ച്. അത് കഴിഞ്ഞിട്ട് ലുബമോളുടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹിബമോൾക്ക് മൈലാഞ്ചി എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ അതും ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മൈലാഞ്ചി ഇട്ടതിന് ശേഷം ഇക്ക പച്ചക്കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പച്ചക്കറിയിലാണ് കേട്ടോ, പച്ചക്കറി വണ്ടിയിലാണ് ഇപ്പോൾ. അതുകൊണ്ട് പിന്നെ നമുക്ക് പുറത്തുനിന്ന് പച്ചക്കറി മേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ തന്നെ അങ്ങനെ നമുക്ക് ബിരിയാണിക്കുള്ള എല്ലാ സംഭവങ്ങളും വാങ്ങിയിട്ട് നല്ല ഫ്രഷ് മല്ലിയിലയും പുതിനയും പിന്നെ അതിനിടയിൽ ഞങ്ങൾ മൈലാഞ്ചിട്ട് ഇതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൽ ഞങ്ങൾ ആ പച്ച ഇലയുടെ മേലെ ഇങ്ങനെ കൈ വെച്ചപ്പോൾ എന്ത് ഭംഗിയായിരുന്നു വെച്ചിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് നേരം ഷോ കാണിച്ചിട്ടോ, കാരണം ഫ്രിഡ്ജിൽ എടുത്തേക്കണതിന് മുന്നേ ഞാനും ഹിബമോളും കൂടി ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമായപ്പോൾ അത് കുറച്ച് നേരം നിങ്ങളായിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ ആക്കിയെന്ന് മാത്രം കേട്ടോ.
പിന്നെ ഇതാ അപ്പുറത്തെ വീട്ടിലൊരു മോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മോൾക്ക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇതാ നമ്മുടെ പിറ്റേ ദിവസം കാലത്തായിട്ടോ, പിന്നെ ഞങ്ങൾ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ, പിന്നെ ക്ഷീണമായി. പിന്നെ പിറ്റേ ദിവസം കാലത്ത് പത്തിരി ഇറച്ചിയാണ് നമ്മുടെ രാവിലത്തെ. പിന്നെ ബിരിയാണിക്കുകളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ടേബിൾ അങ്ങ് നിരത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ലാസ്റ്റ് എന്തായാലും പെരുന്നാളായ രാവിലെ എന്തായാലും ഒരു 8:30 വരെ ഭയങ്കരമായിട്ട് പുകയായിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും ഇട്ട് നിരത്തിയിട്ട് ആകെ കൂടി ഇങ്ങനെ ലാസ്റ്റ് റെഡിയാക്കുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ പത്തിരിക്കുള്ള കറിയൊക്കെ റെഡി ആവുകയാണ്. അപ്പോൾ തന്നെ ബിരിയാണിക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. കറി റെഡിയായപ്പോൾ ഞാൻ പിന്നെ തേങ്ങ അരച്ച് പാർന്നു കേട്ടോ പത്തിരിക്കുള്ളത്. ഇനി ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഇക്ക പള്ളി പോയി വരുന്നിട്ടാണ് ബിരിയാണി ആക്കുക. പിന്നെ അങ്ങനെ ഉള്ളി തൂമിച്ച് നല്ല അടിപൊളി ചിക്കൻ കറി, നല്ല പത്തിരി. രാവിലത്തെ നമ്മുടെ പെരുന്നാളിൽ നല്ല നമ്മൾ ഉണ്ടാക്കാറുണ്ട്, എന്നാലും പെരുന്നാളിന് അത് രാവിലെ ഒന്ന് ആക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അങ്ങനെ നമ്മൾ പത്തിരി ആക്കി കേട്ടോ. പിന്നെന്താ നമ്മൾ പിന്നെ ഒരു 10-12 മണിയായ വീട്ടിൽ പോകാന്നുള്ള ലെവലിലാണ് കേട്ടോ വേഗം റെഡി ആക്കണത്. അങ്ങനെയൊക്കെ പള്ളി പോയി വന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാൻ കേട്ടോ. അപ്പം തന്നെ ഹിമമോളുടെയും കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അവരിങ്ങനെ ഓരോ ഡ്രസ്സാണ് കേട്ടോ എടുത്തത്. പിന്നെ ഉള്ളത് നമ്മുടെ ചിക്കൻ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചതിന് ശേഷം ബിരിയാണിക്കുള്ള ചിക്കൻ ഫ്രൈ ആക്കുകയാണ്. അതിന് മുന്നേ തന്നെ നമ്മൾ അടുപ്പിലാട്ടോ കത്തിക്കണത്. കാരണം അങ്ങനെ തിരക്കൊക്കെ വരുമ്പോൾ കുറച്ചധികം വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പ് തന്നെയാണ് കേട്ടോ, ഗ്യാസ് യൂസ് ആക്കാറില്ല, അടുപ്പ് തന്നെ ഉപയോഗിക്കാറ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളിയും കൂടി വറുത്ത് കോരുകയാണ്. പിന്നെ കളറോ കാര്യങ്ങളോ ഒന്നുമില്ല, നാടൻ വെപ്പാണ് കേട്ടോ. വേഗം മഞ്ഞളും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തിരുമ്മിയതിന് ശേഷം നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ സാധാരണ നമ്മൾ നാടൻ വെപ്പാണ് കേട്ടോ. അത് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെ ഉണ്ടാവാറ്. പിന്നെ അതിൽക്കിതാ ബിരിയാണിക്കുള്ള ഉള്ളി വഴറ്റിയാണ്. സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ എന്താ അടപ്പ് വരും കേട്ടോ. അതാണ് ചില സമയത്ത് സൗണ്ടിനൊക്കെ ഒരു വ്യത്യാസം വരുന്നത്. അങ്ങനെ ഉള്ളിയൊക്കെ അതാ വഴറ്റി ഒന്ന് കത്തൽ കൂടിയപ്പോൾ നമ്മളൊന്ന് ചെറുതാക്കിയിട്ടോ തീ. പിന്നെ തക്കാളിയും അതിലേക്കുള്ള ബാക്കി സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അതും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കുക. അങ്ങനെ തക്കാളി പച്ചമുളക് ഇട്ടതിന് ശേഷം നമ്മുടെ മെയിൻ സാധനം മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മസാല ഒക്കെ സെറ്റാക്കി വെച്ചു. ഇനി നമുക്ക് റൈസിനുള്ളത് നോക്കാം. റൈസിന് ഇതാ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്, ചെമ്പ് മാറ്റിയിട്ട് വേറെ ചെമ്പിലാക്കി. പിന്നെ അത് ബിരിയാണിക്കുള്ള വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ ദാഹം വന്ന് അതിൻ്റെ ഇടയിൽ സാലഡ് ഉണ്ടാക്കി. അപ്പോൾ പിന്നെ ദാഹം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പൈനാപ്പിൾ അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷെ നെക്സ്റ്റ് ഒക്കെ ഒരുമിച്ചിട്ടുണ്ടാൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ബിരിയാണി കാര്യങ്ങളൊക്കെ ആയതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് വരുന്നതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരു ദമ്മാവാനൊരു 4-5 മിനിറ്റ് റൈസ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് ഒക്കെ ഒന്ന് എനർജിയൊക്കെ നായി നല്ല 11:30 ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോ ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പതിവ് പോലെ നമ്മൾ വിരുന്ന് പോകാൻ വേണ്ടിയിട്ട് കയറി നമ്മൾ യാത്ര തുടങ്ങിയാണ് കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ ഒറ്റപ്പാലത്ത് ചെറുശ്ശേരിക്കുള്ള യാത്രയാണ്. ഷൊർണൂർ ചെറുതുരുത്തിയിൽ നിന്ന് ഒറ്റപ്പാലം ചെറുശ്ശേരി അങ്ങനെ വരികയാണ് കേട്ടോ. നമ്മൾ കോതോശി വഴി വരും. ഇങ്ങനെയാണ് നമ്മുടെ റൂട്ട് വരുന്നത്, നമ്മൾ ഡെയിലി പോണ റൂട്ടുകൾ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് പാർട്ടായി നമുക്ക് കാണാം ഇൻഷാ അല്ലാ. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും. ഇഷ്ടമായാലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ.